കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിതയ്ക്കുന്നതാണ് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നത്. ഈ അബ്രഹാമും സാറയും കൂടെ മിസ്രൈമിൽ പോയപ്പോൾ അന്ന് തലമുറകളൊന്നും ജനിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും കൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയി. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറേ നന്മകൾ എന്ത് ചെയ്യും? കിട്ടും. പെട്ടെന്ന് പണക്കാരാകാം. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു നുണ പറയാം. നീ എൻ്റെ ഭാര്യ എന്ന് എന്ത് ചെയ്യരുത്? പറയരുത്. നീ എൻ്റെ പെങ്ങളെന്ന്. അന്നേരം ആര് ജനിച്ചിട്ടില്ല? ഇസഹാക്ക് ജനിച്ചിട്ടില്ല. ആ ഭാര്യയും ഭർത്താവും കൂടെ ചെയ്ത ആ വ്യാജത്തരം അവരുടെ രക്തത്തിൽ അത് ഉണ്ടായിരുന്നു. 24 വർഷം കഴിഞ്ഞ് ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്ക് വളർന്ന് വിവാഹിതനായി. താൻ ഇതുപോലെ ഒരു അന്യരാജ്യത്ത് ചെന്നപ്പോൾ പറഞ്ഞു, റിബേക്കയോട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയെന്ന് പറയരുത്, നീ നിമിത്തം നമുക്ക് നന്മയുണ്ടാകും, നീ എൻ്റെ പെങ്ങളെന്ന് പറയണം. അപ്പനും അമ്മയും എന്ത് ചെയ്തോ അതിന് മാറ്റമില്ലാതെ ഡിക്റ്റോ ആയിട്ട് കളർ സെറോക്സ് പോലെ മക്കളും ചെയ്യുകയാണ്.